അപ്പോൾ നമ്മുടെ SSC ഫേസ് നോട്ടിഫിക്കേഷൻ ഫേസ് 13 നോട്ടിഫിക്കേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. സോ അതിൻ്റെ ഒരു പാറ്റേൺ മാത്രമാണ് കാണിക്കുന്നത്. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായത്തിൽ, അതായത് നിങ്ങളുടേതായിട്ടുള്ള ചോയ്സ് വെച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ അപേക്ഷിക്കേണ്ടത്. അതിനാദ്യം വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ഫേസ് 13 നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവും. എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ ഡിവൈസിൽ, ഹാൻഡ് ഡിവൈസിലോ PC-യിലോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം അപേക്ഷിക്കുന്നതിന് മുൻപായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ മുന്നോട്ടേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ മുൻപ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു കാണുന്ന കരുതുന്നു. അതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതാദ്യം ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ്. സോ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ലോഗിൻ ചെയ്താൽ മതി. ഇനി രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മറ്റൊരു ലിങ്കും കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ചധികം ലിങ്കുകൾ മാത്രമേ ഉള്ളൂ, ഒരുപാട് ലിങ്കുകളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ തന്നെ ലൈഫ് ട്രാക്ക് മലയാളം SSC ന്യൂ വെബ്സൈറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മൊബൈൽ ഫോണിലൂടെ നിങ്ങളുടെ ഹാൻഡ് ഡിവൈസിലൂടെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആധാർ കാർഡ് വെച്ച് തന്നെ രജിസ്റ്റർ ചെയ്യുക. ബാക്കിയെല്ലാം മുൻപ് ചെയ്ത പോലെ സെയിം ആണ്. പിന്നെ അതിൽ മെയിൽ അതുപോലെ തന്നെ മൊബൈൽ നമ്പർ രണ്ടും വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു ആദ്യം. ഇപ്പം അതൊന്ന് മാത്രം വെരിഫൈ ചെയ്താൽ മതി. രണ്ടും കൊടുക്കണം, പക്ഷേ വെരിഫിക്കേഷൻ ഒന്ന് മാത്രം നടത്തിയാൽ മതി. മൊബൈൽ നമ്പർ തന്നെ നടത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മെസ്സേജ് മൊബൈൽ നമ്പറിലേക്ക് വരുന്നതാണല്ലോ കുറച്ചുകൂടി നമുക്ക് നല്ലത്. എന്തായാലും അത് അങ്ങനെ ചെയ്യാം. ദെൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ലോഗിൻ ഒരു രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസർ ID അതുപോലെ തന്നെ പാസ്വേഡ്, രജിസ്റ്റർ ചെയ്തവർക്ക് ഇത് കിട്ടും, അല്ലാത്തവർ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ രജിസ്റ്റർ നമ്പർ, പിന്നെ പാസ്വേഡ്, പിന്നെ ഈ കാണുന്ന ക്യാപ്ച ഇത് കൃത്യമായിട്ട് എഴുതി വെക്കുക. പിന്നെ രജിസ്റ്റർ ചെയ്തവർ ഈ കാര്യങ്ങൾ മറന്നു പോകാതെ എഴുതി വെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എഴുതി വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. ഞാനിത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഈ കാര്യങ്ങൾ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ ലോഗിൻ ചെയ്ത് വരുന്നത് നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡിലേക്കായിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ലൈവ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഫേസ് 13 നോട്ടിഫിക്കേഷൻ 2025. ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ളത് 2/6/2025 അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഓൺലൈൻ, അതായത് അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അല്ല, ഫീസ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 24/6/2025. അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റ് കാണാൻ സാധിക്കുന്നതാണ് 23rd ജൂൺ 2025 ആണ്. അതായത് 23 ജൂൺ 2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ വിൻഡോ ഫോർ കറക്ഷൻ, ഇതൊക്കെ ഞാൻ മുൻപ് നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്ത സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട ഇവിടെയാണ് അപ്ലൈ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പോർട്ടലിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫോം സെലക്ഷൻ പോസ്റ്റ് 2025, അതായത് ഫേസ് 13 2025. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വായിച്ചു നോക്കി. ഫിൽ ദി ഫോം എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫോം ഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ബ്ലർ ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ നിങ്ങളുടെ OTR പ്രകാരം വന്നിട്ടുണ്ടാകും, കൃത്യമായിട്ടെല്ലാം വന്നിട്ടുണ്ടാകും. പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇവിടെ ഇതൊന്നും മാറ്റാൻ പറ്റില്ല. ഇതൊക്കെ OTR വഴി വന്നിട്ടുള്ളതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ പോയിട്ട് ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ നെക്സ്റ്റിലാണ് നമ്മൾ പോകേണ്ടത്. അതിന് മുൻപായിട്ട് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ഇൻഫർമേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, ഈ ഒരു സെക്ഷനിലാണുള്ളത്. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കണം. അഡീഷണൽ ഇൻഫർമേഷൻ 1, അഡീഷണൽ ഇൻഫർമേഷൻ 2, പോസ്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. അവിടെയാണ് കേട്ടോ നമുക്ക് നോട്ടിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ളത്. പിന്നെ അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പ്രിവ്യൂ ഫോം ഉണ്ട്, പിന്നെ സബ്മിറ്റ് ഫോം ഉണ്ട്. ഈ പ്രിവ്യൂ ഫോമും സബ്മിറ്റ് ഫോമും വളരെ എളുപ്പമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മൾ നോക്കുക, സബ്മിറ്റ് ചെയ്യുക, 2 ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കഴിയുന്ന പരിപാടിയേ ഉള്ളൂ. ടോട്ടലുള്ളത് 2 കടമ്പ കൂടിയാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. പ്രിവ്യൂ ഫോം വളരെ എളുപ്പമായിട്ടുള്ളതെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തിരുത്തണം എന്നുണ്ടെങ്കിൽ കറപ്ഷൻ ഡേറ്റിൽ ഫീസ് കൊടുത്തിട്ട്, ഫീസ് അടക്കേണ്ടവരാണെങ്കിലും അടക്കാതിരിക്കുന്നവരാണെങ്കിലും, അത് ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നുണ്ട്, ആരാണെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ഡബിൾ ഫീസ് അടക്കേണ്ടി വരും. 200 രൂപ അടക്കേണ്ടി വരും തിരുത്തണം എന്നുണ്ടെങ്കിൽ. പിന്നെയും തിരുത്താൻ നിന്ന് 500 രൂപ അടക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിവ്യൂ നോക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ ആ ടൈം തന്നെ മാറ്റുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പണി കിട്ടും. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ നെക്സ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആധാറിൻ്റെ OTR ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് വെരിഫൈ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ തന്നെ എഡിറ്റ് യുവർ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നിങ്ങളുടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യുക. എഡിറ്റ് യുവർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഡു യു ഹാവ് ആധാർ കാർഡ്? എസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സെൻഡ് OTP എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്.
ഓക്കെ, പിന്നെ ഈ ഒരു ഡിസ്ക്ലെയിമർ ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്ന SSCക്ക് നമ്മുടെ ആധാർ ഒതൻറ്റിഫിക്കേഷൻ വഴി ഇത് കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇവിടെ സ്പീക്കർ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ അത് അവർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരല്ല. നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതുമായ കാര്യങ്ങൾ. ഓക്കെ, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. എന്നിട്ട് സെൻഡ് OTP എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല, അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആധാർ വെരിഫൈ നടത്തുന്നതാണ്, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇവിടെ. ഓക്കെ, നമുക്ക് OTP വന്നിട്ടുണ്ട്. അത് വെരിഫൈ OTP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വെരിഫൈ ആയി കിട്ടുന്നതായിരിക്കും. നമുക്ക് കാണാൻ സാധിക്കും സക്സസ്, അതായത് ആധാർ വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി. അപ്പോൾ ഇവിടെ എന്താ ക്ലിക്ക് ഓക്കെ ആൻഡ് സേവ് പേഴ്സണൽ ഡീറ്റെയിൽസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ട്, പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ആധാർ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ പിന്നെ നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഡയറക്റ്റ്ലി നേരത്തെ വന്ന അതേ വിൻഡോയിലേക്ക് വരുന്നു, താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ, അവിടെ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ അതേ സെയിം പ്രൊസീജിയറാണ് കേട്ടോ. മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞ അതേ സെയിം പ്രൊസീജിയറാണ്. ഫോം ഫില്ല് ചെയ്യുക. നേരത്തെ പറഞ്ഞ, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നേരത്തെ പറഞ്ഞ സെയിം കാര്യം, പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് വരുന്നു. നേരെ നമ്മൾ താഴേക്ക് പോകുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. അവിടെ നിന്നാണല്ലോ നമ്മൾ ആധാറിൻ്റെ ഒരു പ്രശ്നം അവിടെ നിന്നാണല്ലോ കാണിച്ചത്. ഇപ്പോൾ സക്സസ് ആയിട്ട് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ ഈ ഒരു അക്കൗണ്ട് കയറുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഒരു അക്കൗണ്ടിൽ ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അത് സോൾവ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് കൊടുത്തപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വെദർ യു ആർ ആൻ എക്സ് സർവീസ് മാൻ ആണോ, സർവിങ് ഫോഴ്സിൽ മെമ്പർ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതുപോലെ തന്നെ ആർ യു എ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നോ കൊടുക്കാവുന്നതാണ്. എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെയിം ഓഫ് ദി മിനിസ്ട്രി, ഡിപ്പാർട്ട്മെൻറ്റ്, ഓർഗനൈസേഷനൊക്കെ കൊടുക്കണം. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ സക്സസ് ആയി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയി. ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്ന അഡീഷണൽ ഡീറ്റെയിൽസ് 2ലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പ്രിഫറൻസ് ഓഫ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് സെലക്ട് ചെയ്യുകയാണ്, എവിടെയാണ് നമുക്ക് എക്സാം സെൻറ്റർ ഇവിടെ. അപ്പോൾ കേരളത്തിൽ നമുക്ക് KKR എന്നുള്ള റീജിയനിലായിരിക്കും. തിരുവനന്തപുരം, അതുപോലെ തന്നെ കോഴിക്കോട്, കോട്ടയം, അതുപോലെ കണ്ണൂർ, ഇങ്ങനെ നിരവധി സ്ഥലം വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ വേണ്ടത് ആ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിഫറൻസ് ആയിട്ട് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് അടുത്തടുത്ത് വരുന്ന സ്ഥലമാണ് കൊടുക്കേണ്ടത്. ഇപ്പം കോഴിക്കോടുള്ളവരാണെങ്കിൽ കോഴിക്കോട് കൊടുക്കുക. അതിൻ്റെ അടുത്തടുത്ത് ഏതൊക്കെ ജില്ലകൾ കിട്ടുമോ അതൊക്കെ അങ്ങനെ അടുത്തടുത്ത് കൊടുക്കുക. KKR എന്ന് കാണാൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ കേരള, കർണാടക റീജിയനിലുള്ള, കേരളത്തിൽ അതുപോലെ തന്നെ തമിഴ്നാട്, കേരളത്തിൽ, കർണാടകത്തിൽ, then ഓൾസോ നമുക്ക് നമ്മുടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ലക്ഷദ്വീപിലൊക്കെ ഉള്ളത് KKRലാണ് കാണാൻ സാധിക്കുന്നത്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. സോ ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ താഴേക്ക് പോയിട്ട് സേവ് നെക്സ്റ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. സേവ് നെക്സ്റ്റിലേക്ക് പോയാൽ മതി. ഇവിടെ ഒരു കാര്യമുണ്ട്, ഇത് പേഴ്സണലായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഫിസിക്കൽ ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുക. ഇല്ലെങ്കിൽ നോ കൊടുക്കുക, എന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല. നോ കൊടുക്കുക, എന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇനി ചെയ്യുന്നത് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ചെയ്യാം കേട്ടോ. ഈ ഒരു അപേക്ഷ ഇപ്പം ചെയ്യുന്നത് മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ഡിവൈസ് ഏതാണെങ്കിലും അതിൽ നിങ്ങൾക്ക് ചെയ്യാം. അഡീഷണൽ ഇൻഫർമേഷൻ ടു ഡീറ്റെയിൽസ് സേവഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അടുത്ത പേജ് ഓപ്പൺ ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പോസ്റ്റ് റിലേറ്റഡ് ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും റീജിയൻ വിച്ച് ടു ദി പോസ്റ്റ് ബിലോങ്സ്, ഏത് റീജിയനിലാണ് വരുന്നത് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏത് റീജിയനിലേക്കാണോ അപ്ലൈ ചെയ്യാനായിട്ട് തീരുമാനം, സെൻട്രൽ റീജിയൻ CR ആണെങ്കിൽ സെൻട്രൽ, അല്ലെങ്കിൽ ഈസ്റ്റ് റീജിയൻ ആണെങ്കിൽ അത്. നമ്മുടെ കേരള റീജിയൻ, കേരളത്തിൽ, കർണാടക അവിടെയൊക്കെ ജോലി വേണമെന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പോസ്റ്റ് കോഡ് കൊടുക്കുക. പോസ്റ്റ് കോഡ് ഏതാണ് നമ്മൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. KKRൽ ഇത്ര പോസ്റ്റുകളാണുള്ളത്, ഇത്രയും പോസ്റ്റുകളുണ്ട്. ഇതിൽ ഏത് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിലേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവുക. അവസാനത്തെ പേജിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് WR എന്നെല്ലാം പറയുന്നത് കാണാൻ സാധിക്കും. അതിൽ KKR എന്ന് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ സെൻട്രൽ റീജിയൻ ആണെങ്കിൽ SR സെലക്ട് ചെയ്താൽ, സെൻട്രൽ റീജിയൻ ആകുമ്പോൾ CR സെലക്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അങ്ങനെ അത് സെലക്ട് ചെയ്തിട്ട് അവിടെ ഏതൊക്കെ പോസ്റ്റ് വരുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ അവിടെ KKR സെലക്ട് ചെയ്തുകൊണ്ട് KKRൽ എന്തൊക്കെ പോസ്റ്റുകൾ ഉണ്ട്, നമുക്ക് കൊടുക്കാൻ പറ്റിയ താല്പര്യമുള്ള പോസ്റ്റുകൾ ഏതൊക്കെ ഉണ്ട് എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഞാൻ എന്തായാലും കൊടുക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാണ്. ഇപ്പം മറ്റൊരാളുടെ പ്രിഫറൻസും കാര്യങ്ങളും നമുക്ക് മനസ്സിലാണെന്നില്ലല്ലോ. ഇപ്പം ഡ്രൈവർ കം മെക്കാനിക് എന്ന് പറയുന്ന പോസ്റ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഡയറക്ടർ ഓഫ്, അതിൻ്റെ ഇത് കാണാൻ സാധിക്കുന്നതാണ്, ലൈക്ക് ഡയറക്ടറേറ്റ് ഓഫ് പ്ലാന്റ്, അതായത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഗ്രാജുവേഷനുള്ള പോസ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിൻ്റെ കീഴിൽ വരുന്നത്, ഇതൊക്കെ KKRൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നല്ലൊരു പോസ്റ്റ് തപ്പി കണ്ടുപിടിച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു എക്സാമ്പിളിന് മാത്രം ഇവിടെ ടെക്നിക്കൽ വേണ്ട, ഇതിൻ്റെ അടിയിലായിട്ട് ഫീൽഡ് മാന്
ഏതെങ്കിലും ഒരു പോസ്റ്റ്, തൽക്കാലം ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ കോഡ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഫീൽഡ് മാൻ തന്നെ സെലക്ട് ചെയ്യാം. ഫീൽഡ് മാൻ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറസ്റ്റിൻ്റെ കീഴിൽ വരുന്നതാണ്, വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ KK 11925 അതിൻ്റെ കോഡ് വരുന്നത്. KKR 11925, അത് നമുക്ക് അവിടെ പോയി സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 119 KK 11925 എന്നുള്ളതാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്, 11925. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 11925, അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഫീൽഡ് മാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ +2 ആണ് വരുന്നത്. പിന്നെ നമുക്ക് ചോദിക്കുന്നത് ഹയർ ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണോ, പോസ്റ്റ് ഗ്രാജുവേഷൻ ആണോ, എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ, അതാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അതർ ക്വാളിഫിക്കേഷൻ ഫീൽഡ്, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൊടുക്കുന്നത് ഫയർമാൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫയർമാനുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ ഫയർ ഫൈറ്റിംഗ് കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. അവിടെ റെഡ് മാർക്കിട്ട് കാണിക്കുന്നില്ലല്ലോ, ഈ റെഡ് മാർക്കിട്ട് കാണിക്കുന്നതെല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം. ഇവിടെ റെഡ് മാർക്ക് ഇല്ല, അപ്പോൾ എന്ത് ചെയ്യേണ്ട, ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടൊക്കെ ഇതെല്ലാം കൊടുക്കേണ്ട കാര്യമാണ്, റെഡ് മാർക്ക് ഉള്ളതൊക്കെ കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ക്വാളിഫിക്കേഷൻ, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ അതിൽ കണ്ടതാണ്, നോട്ടിഫിക്കേഷനിൽ കണ്ടതാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഓരോ പോസ്റ്റ് നോക്കിയെടുക്കാം കേട്ടോ. അവിടുന്ന് വേക്കൻസിയും കാര്യങ്ങളും എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് നിങ്ങൾ പോസ്റ്റ്, ഞാനിപ്പോൾ ഒന്ന് കൊടുത്തെന്ന് വിചാരിച്ച് നിങ്ങൾ അത് തന്നെ കൊടുക്കണ്ട. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതെടുത്ത് കൊടുക്കുക. അപ്പോൾ +2 ക്ലാസ് പാസ് ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് ഇതിന് ചോദിച്ചിട്ടുള്ളത്, പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്, ഐ ഹാവ് റീഡ് ദി എബോവ് പോസ്റ്റ് റിലേറ്റഡ് റിക്വയർമെൻറ്റ് കാര്യങ്ങളൊക്കെ റീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഇതാണ്. അത് നിങ്ങൾ റീഡ് ചെയ്തിട്ട് അവിടെ അങ്ങനെ കൊടുക്കുക. എൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡു യു പോസസ് റിക്വയർഡ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ ദി പോസ്റ്റ്, S കൊടുക്കുക. നിങ്ങളതിനുള്ള ഇത് പ്രോസസ് ചെയ്യുന്നുണ്ടല്ലോ, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, അതായത് +2 പാസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടല്ലോ, അപ്പോൾ അത് S കൊടുക്കുക. അതുപോലെ തന്നെ ഡു യു പോസസ് റിക്വയർഡ് എക്സ്പീരിയൻസ് ഫോർ ദി പോസ്റ്റ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് കൊടുക്കുക. അതിന് എക്സ്പീരിയൻസ് ആവശ്യമാണ്, അത് കൊടുക്കുക. നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുകയാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്ത പോസ്റ്റ് ആണെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത പോസ്റ്റാണ്, അപ്പോൾ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിൽ നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെദർ സീക്കിംഗ് ഏജ് റിലാക്സേഷൻ, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ജനറലിൻ്റെ ഏജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോ കൊടുക്കുകയാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇതിലൂടെ മനസ്സിലാക്കും. ഏജ് റിലാക്സേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, അതിൻ്റെ കോഡ് കാര്യങ്ങൾ, OBC ആണ്, അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യണം. ഏജ് റിലാക്സേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. OBCക്ക് 3, SC STക്ക് എന്താണ് 5 വർഷത്തെ റിലാക്സേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ S കൊടുത്തിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റിലേക്ക് കിടക്കുകയാണ്. ഞാൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെയാണ് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ് അപ്ലോഡിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം, പിന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ ഉണ്ടല്ലോ, ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ഇവിടെ കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. 10 GB-ക്കും 20 GB-ക്കും ഇടയിലുള്ള JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇത് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ക്യാപ്ചർ, ഈ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലൂടെ പറ്റണമെന്നില്ല. അതിനെന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൈ SSC എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ഒരു മൈ SSC ആപ്പിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ കാൻഡിഡേറ്റ് യൂസർ ID പാസ്വേഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തിട്ട് SSCൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യുന്ന പോലെ ലോഗിൻ ചെയ്യുക. എന്നിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതായിരിക്കും. അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ആപ്പിലുണ്ടാവും. ആപ്പിൽ നിന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയും. പുറകിൽ ബ്ലർ ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. കൃത്യമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ ഫേസ് വ്യക്തമായിരിക്കണം, ചെവിയൊക്കെ കൃത്യമായിട്ട് കാണണം. തട്ടൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ മുഖം കാണുന്ന രീതിയിൽ എടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ തലയിൽ തൊപ്പി വെക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കണ്ണട യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം അപേക്ഷിക്കാനെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഇതിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ അതിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ അടുത്ത് പിക്ചർ വരും. ഇനി വന്നിട്ടില്ല എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പുറകിലേക്ക് SSCൻ്റെ ഡയറക്റ്റ് പുറകോട്ടേക്ക് പോകുക. SSCൻ്റെ ഈ ഒരു ഫസ്റ്റ് സൈറ്റിലേക്ക് പോകുക. എന്നിട്ട് മൈ ഡാഷ്ബോർഡ് കാണുന്നില്ലേ, ഈ ഡാഷ്ബോർഡിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ റിട്ടേൺ ടു ഡാഷ്ബോർഡ്, നമ്മൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് കയറിയാലും കുഴപ്പമൊന്നുമില്ല. ഡാഷ്ബോർഡിൽ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ അല്ല, മൈ ആപ്ലിക്കേഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോസ്റ്റ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു കാര്യം വന്നത് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്
മൈ ആപ്ലിക്കേഷനിൽ പോകുക, അവിടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് 2025 സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും KKR ഫീൽഡ് 1 ഈ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലേ, ഈ ഒരു കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, നേരത്തെ വന്നിട്ടുള്ള അതേ പേജിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എത്തിച്ചേരും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തതായതുകൊണ്ട് സേവ് നെക്സ്റ്റ് കൊടുത്ത് പോയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ കൊടുത്ത എന്താണോ അത് തന്നെ വന്ന് കിടക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. നേരത്തെ കൊടുത്ത ആ ഒരു സെൻറ്ററും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് തന്നെ ഉണ്ട്. സേവ് നെക്സ്റ്റ് കൊടുത്ത് പോവുക. എല്ലാം കൃത്യമായി സേവ് നെക്സ്റ്റ് കൊടുത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ ഫൈനലി എന്ത് ചെയ്യും, ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഈ ഒരു സെക്ഷനിലേക്ക് തന്നെ പിന്നെ എത്തിച്ചേരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലൈവ് ഫോട്ടോ. അവിടെ ഫോട്ടോ വന്നിട്ടുണ്ടാവേണ്ടതാണ്, അവിടെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അപ്ലോഡ് സിഗ്നേച്ചർ ഈ കൃത്യമായിട്ടുള്ള റേഷ്യോയിൽ തന്നെ അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് സേവ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല, അപ്ലോഡ് ചെയ്തിട്ടുമില്ല. സേവ് നെക്സ്റ്റ് ഇപ്പം കൊടുത്ത ഇററാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂ കാണിക്കും, നിങ്ങൾ ഇത്ര നേരം ചെയ്ത കാര്യങ്ങളെല്ലാം കാണിക്കും, എന്നിട്ട് സബ്മിറ്റ് കാണിക്കും. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾക്ക് അപേക്ഷിക്കണം എന്നുണ്ട്. രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ പോസ്റ്റിന് രണ്ടാമത് അപ്ലൈ ചെയ്യാൻ ഇതുപോലെ കയറുക. അപ്ലൈ ചെയ്യുമ്പോൾ 2 തവണ ഫീസ് അടക്കേണ്ടി വരും. ഓരോ പോസ്റ്റിനും ഓരോ തവണ ഫീസ് അടക്കേണ്ടി വരും. ഫീസ് അടക്കാൻ ബാധകമല്ലാത്തവർ അടക്കേണ്ട, ബാക്കി എല്ലാവരും ഓരോ ആപ്ലിക്കേഷൻസിനും ഓരോ ഫീസ് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പോസ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടാകും. ഏത് പോസ്റ്റിന് നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട പ്രോസസ്സ് മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ ഒരു മെത്തേഡിൽ വളരെ എളുപ്പത്തിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഫോർമാറ്റിൽ ഇട്ടിട്ടില്ലെങ്കിൽ സിഗ്നേച്ചർ അപ്ലോഡ് ആവത്തില്ല. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം കൃത്യമായിട്ട് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെ ആ ഒരു KB ഇടയിൽ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ KB അതുപോലെ തന്നെ റേഷ്യോയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഫോട്ടോ അല്ല, കൃത്യമായി പറയുകയാണെങ്കിൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഫോട്ടോ നിങ്ങൾക്ക് മൈ SSC ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്, അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.